1973 മെയ് മാസം 5-ാം തീയതി മണ്ണുത്തിക്കടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ഏറനാട് താലൂക്ക് കണയന്നൂർ വില്ലേജ് ചെമ്മനാട്ടുകരയിൽ ശ്രീമംഗലം തറവാട്ടിലെ ഗോപിനാഥമേനോൻ ദമ്പതികളുടെ 32 കോടി രൂപ വിലമതിക്കുന്ന സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിനു വേണ്ടിയും അവരുടെ ഏക അനന്തരാവകാശിയായ സ്വന്തം മകൻ മൈനർ 3 വയസ്സുള്ള മുകുന്ദൻ മേനോന്റെ ക്ഷേമൈശ്വര്യങ്ങളെ കണക്കാക്കിയും സ്വത്തുക്കൾ നോക്കി നടത്തുവാനും ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് സെക്ഷൻ 7 പ്രകാരം മുകുന്ദൻ മേനോന് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ജീവിത സൗകര്യവും കൊടുത്തുകൊണ്ട് പരിപാലിക്കുന്നതിനായി മരണപ്പെട്ട മേൽപ്പടി ഗോപിനാഥ മേനോന്റെ കുടുംബ സുഹൃത്തും വക്കീലുമായ ദാമോദരൻ നമ്പ്യാരെ ഗ്യാരണ്ടറായി ഏൽപ്പിച്ചുകൊണ്ട് ഈ കോടതി ഇതിനാൽ ഉത്തരവാകുന്നു. ഈ ഉത്തരവിന്റെ പകർപ്പ് കൈപ്പറ്റി 7 ദിവസത്തിനകം ഗാർഡിയനായ അഡ്വക്കേറ്റ് ദാമോദരൻ നമ്പ്യാർ സ്വത്തുക്കളെല്ലാം ഏറ്റെടുക്കേണ്ടതും കുട്ടിയുടെ ക്ഷേമൈശ്വര്യത്തിനു വേണ്ടി താൻ ചെയ്യുന്ന പ്രവൃത്തികളും ബിസിനസ് റിട്ടേൺസും പ്രതിമാസ റിപ്പോർട്ടായി കോടതിക്കും പകർപ്പ് വിഘ്നേശ്വര, വിഘ്നങ്ങളൊക്കെ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്താ വിശേഷിച്ച്? എല്ലാരും ഉണ്ടല്ലോ. കുട്ടികൾക്ക് ഇന്റർവ്യൂവിന് കാർഡ് വന്നിരിക്കുക. ശ്രീമംഗലത്ത് അവിടെ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്. നന്നായി പ്രാർത്ഥിച്ചില്ലേ? നയന, ഇവൾക്ക് സെലക്ഷൻ ഉറപ്പാ. നയന CV ഒന്ന് മാറിക്കേ. സർ, ഇത് ഓഫീസ് സ്റ്റാഫിനുള്ള ഇന്റർവ്യൂ. പുറം പണിക്ക് നാളെ. ആ കുട്ടിയുടെ ഫയൽ തരൂ. നിന്റെ പേരെന്താണ്? ഇന്ദു. മോളുടെ പേരെന്താണ്? വത്സ. അങ്ങോട്ട് വന്നേ. ആ സാരി എടുത്തോണ്ട് വരണ്ട, ചുരിദാർ ഇട്ടിട്ട് മാത്രം വന്നാൽ മതി. വാ. ഇയാളുടെ പേരെന്താ? ഞാൻ വരുന്നതിന് മുമ്പ് നിന്നോട് ഇന്റർവ്യൂ ചെയ്യാൻ ആര് പറഞ്ഞു? ഇത് ഓഫീസ് സ്റ്റാഫാ. ഞാൻ ഇന്റർവ്യൂ ചെയ്താൽ ശരിയാവുള്ളൂ. നിനക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള അടുക്കള പണിക്കാർ, തോട്ടിപ്പണിക്കാർ ഇതാപ്പുറത്തുണ്ട്. അതും മാത്രമല്ല, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം അളവെടുക്കാനും യൂണിഫോം തയ്ക്കാനും. അളവെടുക്കാനാ? ഈ അടുക്കള പണിക്ക് എന്തിനാണ് യൂണിഫോം? അത് മുതലാളിക്ക് നിർബന്ധമുണ്ട്. അതുപോട്ടെ, മുതലാളിക്ക് സഞ്ചരിക്കാൻ ബെൻസ് കാർ വേണമെന്ന് പറഞ്ഞിട്ട് ഈ തല്ലിപ്പൊളി കാറോടെ കൊണ്ടുവന്നത്. മുതലാളിക്ക് സഞ്ചരിക്കാൻ വേറെ കാറുണ്ട്, ഇത് എനിക്ക് സഞ്ചരിക്കാനുള്ള വണ്ടിയാണ്. നിന്നോട് പറയുന്ന ജോലി നീ ചെയ്താൽ മതി. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ച് ഇന്റർവ്യൂ നടത്താം. ഇത് ആദ്യം പറഞ്ഞ പോലെയായിരുന്നു. ഇവരൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതാണ്. നിനക്ക് വേണമെങ്കിൽ ഇതിന് ഇഷ്ടമുള്ള ഇന്റർവ്യൂ എടുത്തോ. ഇതിന്നൊരു 2 എണ്ണത്തിന് ഞാൻ ഇന്റർവ്യൂ നടത്തിക്കോട്ടെ. ലിതിനെ ഫോൺ വരാൻ കണ്ട നേരം. അമ്പാടിയിലേക്കുള്ള കൃഷ്ണന്റെ വരവ് പോലെയാണല്ലോ അവന്റെ എഴുന്നള്ളത്ത്. നാടളകിയിരിക്കല്ലേ? ഇളകണ്ട, പിന്നെ നിസാരക്കാരനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ശ്രീമംഗലത്തെ ഏക അവകാശിയല്ലേ, സ്വീകരിക്കണം നമുക്കവനെ കൊട്ടും കൊരവയുമായിട്ട്. കഴിഞ്ഞ പോലെ തോന്നുന്നു. കോടതി നിന്നെ എനിക്ക് ഏൽപ്പിച്ച ദിവസം അന്ന് നിനക്ക് വയസ്സ് പോകുന്നു. ഈ കൈകളിൽ കിടന്ന നീ വളർന്നത്. ഇവന് കൊടുക്കേണ്ട സ്നേഹം പോലും നിനക്ക് തന്ന നിന്നെ ഞാൻ വളർത്തിയതും. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു നിന്നെക്കുറിച്ച്.
ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ അയച്ച് പഠിപ്പിക്കണം, വലിയ നിലയിലെത്തിക്കണം. പക്ഷേ ദുർഗുണപരിഹാര പാഠശാലയും സെൻട്രൽ ജയിലും ഒക്കെയാണ് നിനക്ക് വിധിച്ചത്. ഒരുപാട് ഉപദേശിച്ചു, ശാസിച്ചു, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്റെ കുട്ടിക്ക് ഇതെന്തേ പറ്റിയെന്ന്. 2ാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ കണ്ണ് കുത്തി പൊട്ടിച്ചത് മുതൽ തുടങ്ങി 2 കൊലപാതകം വരെ എത്തി. ഞാൻ കാശ് വാരി എറിഞ്ഞതുകൊണ്ട് ജയിലിൽ ഒരു VIP പരിഗണന കിട്ടി. മതി മോനെ, ഇനി ഇതെല്ലാം അവസാനിപ്പിക്കണം. എല്ലാം ഒരു പുതിയ അധ്യായം. മനസ്സിലാവുണ്ടോ നിനക്ക്? ഇന്ന് നീ ശ്രീമംഗലത്തെ ഏക അവകാശിയാണ്. അറിയോ നിനക്ക് ഇതിന്റെ ആസ്തി എത്രയാണെന്ന്? ശ്രീമംഗലം ട്രാൻസ്പോർട്ട്, ശ്രീമംഗലം പ്ലാന്റേഷൻസ്, ശ്രീമംഗലം ഹോട്ടൽ, ശ്രീമംഗലം തിയേറ്റർ, ശ്രീമംഗലം ഇൻഡസ്ട്രീസ്. ഇനി ഇതെല്ലാം നീയാണ് നോക്കി നടത്തേണ്ടത്. മോനെ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം. എന്റെ സർക്കാരെ, നമ്മുടെ ഈ നമ്പ്യാർ സാറ് ആളൊരു നീറ്റ് പാർട്ടിയാ. സർക്കാർ എന്ന് പറഞ്ഞാൽ ജീവനാ. സർക്കാർ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഈ നമ്പ്യാർ സാറാ. സർക്കാരിന്റെ ലാർജ് വേണോ സ്മോൾ വേണോ? എനിക്ക് വേണ്ട, ഏ ഞാൻ നിർത്തി. നിർത്തിയെന്നാ? ഇന്ന് മുതല് ഞാൻ ഡീസന്റാ. ഡീസന്റ് ആയെന്ന് ജയിലിൽ മാറ്റടിക്കുന്ന ആളാ ഡീസന്റ് എത്ര? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആർക്കും ഡീസന്റ് ആവാൻ പറ്റൂല. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഡീസന്റ് ആവാനൊക്കെ പറ്റും. അതിനെ വിൽ പവർ വേണം, വിൽ പവർ. നിനക്കൊന്നും അത് പറഞ്ഞിട്ടില്ലടാ. എന്നാ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചേർന്ന് തരണം. ഐ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇന്ന് മുതൽ ഞാൻ നിർത്തിന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? മലയാളത്തിലല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? ഒരു മനുഷ്യൻ ഡീസന്റ് ആവാന്ന് വെച്ചാ അതിന് നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? അപ്പൊ ഇതെന്താണ്? ഇതാണ് ഡീസന്റ്. ഡീസന്റ് റമ്മ പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയതല്ലേ? വ്യാജൻ ഇറങ്ങാൻ കുറച്ച് വൈകും. ഒഴിയടാ 3 എണ്ണം. എന്നാ ഞാനും ഇന്ന് മുതൽ ഡീസന്റ് ആകാൻ പോവാണ്. ഇത് നിറച്ചു വെച്ചിട്ട് എന്നെ ഒന്ന് ഡീസന്റ് ആക്കി. നീ ഡീസന്റ് ആവോ? കുമാര, ഒരു ദുഃഖം ഉണ്ടെങ്കിലേ സുഖമുള്ളടാ. ആ, ഒരു കയറ്റം ഉണ്ടെങ്കിലേ ഒരു ഇറക്കം ഉണ്ടാവൂ. ഒരു നോട്ടുണ്ടെങ്കിലേ ചില്ലറ ഉള്ളൂ. നമ്മളെ പോലെ ജയിലിൽ കിടന്നവരൊക്കെ മഹാമാരാകുമെന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞ എത്ര ശരിയാണല്ലേ? ലാലാ ലജപത് റായ്, താന്തിയ തോക്കി, ബാലഗംഗാധര തിലകൻ. ഈ ബാലനും ഗംഗാധരനും തിലകനും ഒക്കെ ഒരുമിച്ചാണ് കിടന്നത്. പിന്നെ അതിലെ തിലകനല്ലേ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കണത്. പക്ഷെ ഇവരൊക്കെ മോട്ടിച്ചിട്ടല്ലല്ലോ ജയിലിൽ പോയത്. അത് ഓർക്കുമ്പോഴാ ഒരു വിഷമം. എടാ കുമാര, നമ്മൾ എത്ര വലിയവരായാലും നമ്മൾ നമ്മുടെ സർക്കാരിനെ മറക്കാൻ പാടില്ല. ആര് തരൂടെ ഇതൊക്കെ നമുക്ക്? ഞാൻ വലിയ പണക്കാരനായ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടി അമ്മ പണയം വെച്ച വീട് ഇന്ന് ജപ്തിയിലിരിക്കുക. അതെനിക്ക് തിരിച്ചെടുക്കണം. നീ എത്ര വരെ പഠിച്ച്? 2ാം ക്ലാസ് വരെ. 2ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും വീട് ജപ്തി ചെയ്താ? ഒരു മോൻ 2ാം ക്ലാസ് തന്നെ 15 കൊല്ലം പഠിച്ച ടാറ്റ വരെ തെണ്ടി പോകും. വെറുതെ അല്ല എന്റെ അമ്മേനെ പഠിപ്പിക്കാതിരുന്നത്, വീട് പോയാനേ. പക്ഷേ എന്റെ ആഗ്രഹം അതല്ലടാ. എന്റെ ഒരേ ഒരു പെങ്ങൾ നന്ദിനിക്കുട്ടിയുടെ കല്യാണം പട്ടുസാരി ഉടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി സ്വർണ്ണാഭരണ വിഭൂഷയായി കതിർ മണ്ഡപത്തിൽ സുന്ദരനായ ഒരു രാജകുമാരന് കൈപിടിച്ചു കൊടുത്ത്. നിർത്ത്. രാജകുമാരന് കൈ പിടിച്ചു കൊടുക്കാൻ വരട്ടെ. നിന്റെ പെങ്ങളെ കണ്ടിട്ട് കാണാൻ. താടി മീശം വടിച്ച ഡിറ്റോ ഞാൻ തന്നെ. അപ്പൊ കല്യാണം നടന്നു തന്നെ. ആ കല്യാണം ഞാൻ നടത്തും. സർക്കാർ ജയിലിൽ വെച്ച് എനിക്കത് എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും ഞാൻ ആ കല്യാണം നടത്തും. എങ്ങനെ സർക്കാർ എനിക്ക് തന്ന എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും നീ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തല്ലേ? നടത്തും. സർക്കാർ എനിക്ക് ആ എസ്റ്റേറ്റ് തരാന്ന് വാക്ക് പറഞ്ഞതിന്റെ പേരില ആ എസ്റ്റേറ്റ് നടാൻ വാനിലെ ഊതും ഞാൻ വാങ്ങിച്ചു തറിയാമോ? എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് നീ ആ എസ്റ്റേറ്റിൽ ഊതണ്ട. എടാ, 3 ഹോട്ടലിൽ സർക്കാർ നിനക്ക് തന്നില്ലേ? നിനക്ക് അവിടുത്തെ പണി അറിയാലോ. പ്ലേറ്റ് എഴുതി. എനിക്ക് ആ ഹോട്ടൽ വേണ്ട, നീ എടുത്തോ. പക്ഷെ എസ്റ്റേറ്റിൽ വാനിലെ ഊതും ഞാൻ തട്ടിരിക്കും. നിന്റെ വാനില നീ വാനിൽ തട്ടാ മതി. എന്നെ പുളുത്തണ്ട. നടത്തോടാ. നിന്നെ ജയിലിൽ പോയാലും ശരി എന്റെ പെങ്ങളുടെ എന്താ ഒരു ബഹളം? ഏയ്, മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. സർക്കാരല്ലേ പറഞ്ഞ ആ എസ്റ്റേറ്റ് എനിക്ക് തരാന്ന്? അതെ, സർക്കാർ ഇരിക്കുന്ന എസ്റ്റേറ്റിൽ ഇവൻ എന്നെ കൊണ്ട് വാനിലും നടിപ്പിക്കൂലെന്ന്. എടാ,
എസ്റ്റേറ്റ് മാത്രമല്ല, എസ്റ്റേറ്റ്, ഹോട്ടല്, പെട്രോൾ പമ്പ്, സിനിമാ തിയേറ്റർ, ബസ് സർവീസ്, ഇതൊക്കെ നാളെ മുതല് നമ്മൾ ഒന്നിച്ചല്ലോടോ എൻജോയ് ചെയ്യാൻ പോണത്. ഗുഡ് മോർണിംഗ് മാഡം.